രാവിലെ തന്നെ സ്ഥലം വണ്ടിയുടെ ടയർ വാങ്ങാൻ പോയാലും സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നന്ദസ് ബ്ലോ. സോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ എന്തെന്ന് വെച്ചാൽ നമ്മുടെ പുറകെ തന്നെ നമ്മുടെ NS ഇരിപ്പുണ്ട്. അപ്ഡേഷനും കാര്യങ്ങളൊന്നും ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. കുറച്ച് ദിവസമായി അന്ന് നമ്മൾ വണ്ടി റിവീൽ ചെയ്താൽ മാത്രമേ ഉള്ളൂ വീഡിയോ ഇട്ടിട്ടുള്ളൂ. സോ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇന്ന് വണ്ടിക്ക് നല്ലൊരു കിടക്കാഴ്ച പണി കിട്ടിയിരിക്കുകയാണ്. വേറെ ഒന്നുമില്ല, വണ്ടിയുടെ ഫ്രണ്ട് ടയർ മൊത്തം തീന്ന് പരുവായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇവിടെ മൊത്തം അങ്ങനെ കമ്പി മൊത്തത്തോടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ വണ്ടിയുടെ ടയർ മാറാനുള്ള പരിപാടിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ. അതുപോലെ നമ്മളൊരു കൂട്ടുകാരൻ്റെ വണ്ടിയുടെ ഓയിൽ സീൽ മാറാൻ പോവുകയാണ്. അപ്പം അവൻ്റെ വണ്ടി പണിയാൻ കൊടുത്തിട്ടുണ്ട്. എൻ്റെ കൂടെ ഇനി എൻ്റെ ഈ വണ്ടിയുടെ ടയർ മാറ്റിയിട്ടാണ് അങ്ങോട്ട് പോവാൻ. സോ അതാണ് ഇന്നത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ. സോ കുറച്ച് ദിവസമായി വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്, വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. സോ ലൈക്കും ഷെയർ സബ്സ്ക്രൈബൊക്കെ മാറി ചെയ്തിരിക്കുക. അപ്പോൾ നമുക്ക് നേരെ ടയർ ഷോപ്പ് എത്തിയിട്ട് ബാക്കി കാണാം. അപ്പോൾ നമുക്ക് നേരെ ഇവിടെ നിന്ന് പോവാം. അങ്ങനെ നമ്മൾ കുറച്ച് ദിവസമായി വണ്ടി കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അത്യാവശ്യം ഞാൻ ഈ ജോലി സ്ഥലത്ത് പോകുമ്പോൾ മാത്രമേ വണ്ടി എടുക്കത്തുള്ളൂ. അത് അത്യാവശ്യ ഘട്ടത്തിൽ മാത്രം. പിന്നെ ഇടയ്ക്ക് നമ്മൾ ട്രാവലിങ്ങിനാണ് മെയിനായിട്ട് ഞാൻ വണ്ടി എടുത്തത്. അപ്പം ഇടയ്ക്ക് ഞാൻ പൊന്മുടി പോയായിരുന്നു. അപ്പോൾ പൊന്മുടിയുടെ വീഡിയോ പുറകെ വരുന്നുണ്ട്. അത് കുറച്ച് എഡിറ്റ് ചെയ്യാൻ സമയം എടുത്തതിലാണ്. അപ്പോൾ എന്തായാലും അപ്പോൾ ഇന്ന് നേരെ ടയർ മാറ്റിയിട്ട് ബാക്കി പരിപാടിയുണ്ട്. വണ്ടി വാഷ് ചെയ്യണം നമുക്ക്. അതുപോലെ ലൂബും കൂടെ ചെയ്യണം. നല്ല അടിയുണ്ട് ലൂബ് ചെയ്യാത്തതിൻ്റെ. അപ്പോൾ അതും കൂടെ ചെയ്യേണ്ടി വരും. അപ്പോൾ നേരെ നമുക്ക് ടയർ ഷോപ്പിൽ എത്തിയിട്ട് ബാക്കി കാണാം ഗൈസ്. ബ്രോ ടയർ ചേഞ്ച് ചെയ്യാൻ എത്രയാണ് ഗൈസ്? അങ്ങനെ നമ്മുടെ വണ്ടിയുടെ ടയർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ടച്ച് ഔട്ട് ആവുകയാണ് വന്നത്. അപ്പം വണ്ടിയുടെ ടയർ പെട്ടെന്ന് തന്നെ ആ ചേട്ടൻ ചേഞ്ച് ചെയ്ത് തന്നായിരുന്നു. ഓക്കെ, അപ്പോൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നേരെ വണ്ടി വർക്ക്ഷോപ്പിലോട്ട് കൊണ്ടുപോകണം. കാരണം വണ്ടിയുടെ ക്ലച്ച് ഒന്ന് റെഡിയാക്കേണ്ടതുണ്ട്. ക്ലച്ച് ഭയങ്കര ലൂസാണ്. അപ്പോൾ അങ്ങനെ ക്ലച്ച് റെഡിയാക്കിയിട്ട് അതുപോലെ അവൻ്റെ വണ്ടിയും കൂടെ എടുക്കണം. അവൻ്റെ ഒരു 220 അവിടെ റെഡിയാക്കാൻ കൊടുത്തേക്കാണ്. അപ്പോൾ അത് റെഡിയാക്കിയിട്ട് നമുക്ക് നേരെ വണ്ടി വാഷിങ്ങിനും ലൂബിങ്ങിനും പോകണം. സോ അതാണ് നെക്സ്റ്റ് പരിപാടി. ഗൈസ് അങ്ങനെ നമ്മുടെ വണ്ടിയുടെ ലിവർ ടൈറ്റ് ചെയ്തായിരുന്നു. ക്ലച്ച് ലിവറാണ് ടൈറ്റ് ചെയ്തത്. സംഭവം അത് ബ്രംബോ ആയതുകൊണ്ട് അപ്പോൾ ടൈറ്റ് ചെയ്യണം. സംഭവം സ്ക്രൂ അല്ലെങ്കിൽ വെച്ചേക്കുന്നതാണ്. അപ്പം നമ്മൾ ഈ ക്ലച്ച് പിടിച്ച് വരുമ്പം കുറച്ച് ദിവസം കഴിയുമ്പോൾ ലൂസാവും. അപ്പം സംഭവം അത് നല്ലൊരു ഹെൽപ്ഫുൾ സാധനമാണ് ഈ ബ്രംബോ. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്ത വണ്ടിയുടെ ചെയിൻ ലൂബ് ചെയ്യണം. വണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യണം. ശേഷം നേരെ വീട്ടിലോട്ട് കയറണം. അപ്പോൾ അതാണ് നെക്സ്റ്റ് പരിപാടി. അപ്പോൾ നേരെ ഇവിടുന്ന് ഓട്ടോ സ്പായിലോട്ട് പോകണം. അപ്പം പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ നേരെ ചെന്നിട്ട് അവിടെ ചെന്നിട്ട് ബാക്കി നമുക്ക് നോക്കാം. ചെയിൻ ലൂബ് ചെയ്യാൻ ലൂബാണ്. ക്ലീൻ ചെയ്യേണ്ട ലൂബ് മാത്രമേ ഉള്ളൂ.
ഓക്കെ അല്ലേ? കിട്ടിയല്ല? ശരിയാ. ഓക്കെ. അങ്ങനെ നമ്മുടെ വണ്ടിയുടെ വർക്കൊക്കെ ഫിനിഷായി. ഞങ്ങളുടെ ഫ്രണ്ടിൽ പുതിയ ടയറും കാര്യങ്ങളൊക്കെ ഇട്ടു. അതുപോലെ വണ്ടി ഒന്ന് വാഷ് ചെയ്തു. വാഷ് ചെയ്ത് അഴുക്കായോ? പിന്നെ ചെയിൻ നല്ല ചെയിനായിട്ട് നല്ല ലൂബ് ചെയ്തു. ചെയിനൊക്കെ ലൂബ് ചെയ്തു, വണ്ടി വാഷ് ചെയ്തു. സോ ഗൈസ്, ഇത്രേ ഉള്ളൂ ഇന്നത്തെ പരിപാടി. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ വീഡിയോസ് ഇട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇപ്പോൾ തന്നെ സ്റ്റേ ട്യൂണായിട്ടിരിക്കുക. സോ അപ്പം ഉടനെ തന്നെ അടുത്ത വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ബൈ ബൈ ഗൈസ്.